Migration Masterclass by Renu A. 16 plus years of experience, 30 plus countries, 45 plus visa categories, 1.5 lakhs plus visa success stories. മൈഗ്രേഷൻ മാസ്റ്റർ ക്ലാസ്സിലേക്ക് സ്വാഗതം. ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും മലയാളിയെ കാണാൻ പറ്റും. ചന്ദ്രനിൽ ചെന്നാൽ പോലും കണ്ടെത്തിയെന്ന് വരാം എന്നൊക്കെ പറയാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും മലയാളിക്ക് ഇത്രയും മൈഗ്രേഷനോട് താല്പര്യം ഉണ്ടാവാൻ കാരണം? എനിക്ക് മനസ്സിലായിടത്തോളം നമ്മൾ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ജനതയാണ്. പിന്നെ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. പിന്നെ സ്ത്രീകൾ ഒത്തിരി മുന്നോട്ട് വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മളുടെ. ലൈക്കിനോ ഞാനിപ്പോൾ നോർത്തിൽ പോയിട്ടുണ്ട്, ഞാൻ അവിടെയും സ്ത്രീകളെ കണ്ടിട്ടുണ്ട്, കേരളത്തിലും കണ്ടിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എവിടുന്നാണ് സ്വദേശം എവിടെയാണ്? റാന്നി, പത്തനംതിട്ട. അത് പ്രവാസത്തിനൊരു അധിനിവേശം നടന്ന സ്ഥലമാണ്. അതെ അതെ, നഴ്സുമാരുടെ ഒരു ഏരിയ ആണ്. ഒരു കാര്യം കൂടി ഇതിൽ നിങ്ങളുടെ നാട്ടിൽ നിന്നുള്ള കാര്യം പെട്ടെന്ന് പരാമർശിക്കുമ്പോൾ സ്ത്രീ മുന്നേറ്റം ഈ ഇതിലൂടെ നടന്ന ഒരു കാര്യമാണ്. കുടിയേറ്റത്തിലൂടെ സ്ത്രീ മുന്നേറ്റം നടന്ന സ്ഥലമാണ് അല്ലേ? അതെ അതെ അതെ. അപ്പം നമ്മൾ ചെറുപ്പം തൊട്ടേ ഞാൻ കണ്ടു വളർന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നഴ്സസ് ലൈക്കിനോ നഴ്സിംഗ് പഠിക്കുന്നു, എന്നിട്ട് US പോകണം, അല്ലെങ്കിൽ UK പോകണം, അല്ലെങ്കിൽ ഗൾഫിലെങ്കിലും പോകണം, അല്ലെങ്കിൽ ദുബൈയിലെങ്കിലും പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനറേഷനെയാണ് ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ കണ്ടത്. ലൈക്ക് എനിക്ക് 5-6 വയസ്സുള്ള സമയത്തൊക്കെ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്നും നേരെ ലൈക്ക് +2 അല്ലെങ്കിൽ 10th +2 കഴിഞ്ഞ് നഴ്സിംഗ് പഠിച്ചിട്ട് നേരിട്ട് US പോയി അമേരിക്കയ്ക്ക് പോയ നഴ്സുമാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ മോട്ടിവേറ്റഡ് ആവാറുണ്ടായിരുന്നു ആ സമയങ്ങളിൽ. എനിക്കും അങ്ങനെ ആവണം, അല്ലെ US പോയി ഗ്രീൻ കാർഡ് എടുക്കണം, സെറ്റിൽ ആവണം, UK പോകണം, ഗ്രീൻ കാർഡ് എടുക്കണം. ഗ്രീൻ കാർഡ് എന്നൊന്നും അറിയില്ല, ഗ്രീൻ കാർഡ് എന്നൊക്കെ ഇപ്പോഴാണ് നമ്മൾ കേട്ട് PR എന്നൊക്കെ നമ്മൾ കേട്ട് അറിയുന്നത്. ചെറുപ്പത്തിൽ നമുക്ക് അവള് US സെറ്റിൽഡ് ആണ്, പഠിച്ചത് നഴ്സിംഗ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മാതൃകകൾ കണ്ടിട്ടായിരിക്കും അടുത്ത ആളുകൾ ഡെഫിനറ്റ്ലി 100% ഓരോ പെൺകുട്ടികളും ഈ ചെറിയ കുട്ടികൾക്ക് മാതൃകയായിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അതിൽ ഒത്തിരി ഉദാഹരണങ്ങൾ എടുത്തു പറയാനുണ്ട്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ഷിമ എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ്. ഷിമ എന്ന് പറയുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി 10th കഴിഞ്ഞ് +2 കഴിഞ്ഞ് നഴ്സിംഗ് പഠിച്ച ചേച്ചി US പോയി. ഇന്ന് അവിടുത്തെ PR സിറ്റിസൺ ആണ്, US സിറ്റിസൺ ആണ് ചേച്ചി. ചേച്ചി ഞങ്ങൾക്കെല്ലാം മാതൃകയായിരുന്നു, ആ സ്ഥലത്തുള്ള എല്ലാ പെൺകുട്ടികൾക്കും. ആൾ അത്രയും കഠിനാധ്വാനം ചെയ്തിട്ടാണ് US ഇന്ന് സിറ്റിസൺഷിപ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ചെറുപ്പം തൊട്ടേ ഇങ്ങനെയുള്ള ഒത്തിരി വിമൻ എംപവർമെന്റ്, അതായത് ശരിക്കുള്ള വനിതാ ശാക്തീകരണം കണ്ടത് ഈ നമ്മുടെ നഴ്സസിലൂടെയൊക്കെയാണ് അല്ലേ? കാരണം ലോകത്തിന്റെ എല്ലാ കോണുകളിലും അവർ കടന്നെത്തി. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പെൺകുട്ടികൾ ഞങ്ങളുടെ ലൈക്ക് സീനിയേഴ്സായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും, എനിക്ക് എസ്പെഷ്യലി എൻ്റെ ഗ്രാൻഡ് മദറിൽ നിന്നും എപ്പോഴും ആ ഒരു ഉദാഹരണം കേട്ട് വളർന്ന ആളാണ് ഞാൻ. ഷിമയെ കണ്ടു പഠിക്കണം, അത്രയും സാഹചര്യം, ആളുടെ സാഹചര്യത്തിൽ നിന്ന് ആൾ ചെയ്യുന്ന കാര്യങ്ങൾ കാണണം എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അത് ഒത്തിരി പ്രചോദനമായിട്ടുണ്ട്. ഈ കുടിയേറ്റത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും മറ്റും കോട്ടയത്തു നിന്നും പാലയിൽ നിന്നുമൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ കുടിയേറ്റം ആരംഭിക്കുന്നു. അതിനുശേഷം ഗൾഫ് കുടിയേറ്റം നടക്കുന്നു. അതിനുശേഷം അതിങ്ങനെ പുരോഗമിച്ച് ഇപ്പോൾ അടുത്ത കാലത്തായി കാനഡയിലേക്ക്, UK പിന്നീട് ഓസ്ട്രേലിയയിലേക്ക്, മറ്റ് രാജ്യങ്ങളിലേക്ക്. അപ്പോൾ ഈ എപ്പോഴും ഒരു കുടിയേറ്റത്തിന് മലയാളി പലതരത്തിലേക്കായിരിക്കും. ഗൾഫിലേക്ക് പോകുന്നത് കഴിഞ്ഞു, അതിൻ്റെ ഒരു സാധ്യത അടുത്ത് അങ്ങനെ ഇതിനിങ്ങനെ ഘട്ടമായിട്ട് ചരിത്രത്തിലൊരു ഘട്ടം എന്ന് പറയുന്ന പോലെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ആക്ച്വലി നേരത്തെ എല്ലാവരും ഈ ഗൾഫ് ലൈക്ക് ദുബായ് അങ്ങനെയുള്ള കൺട്രികളായിരുന്നു ഓപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ സാധ്യതകൾ മനസ്സിലാക്കി, ലൈക്ക് UK സാധ്യതയുണ്ട്, US ചാൻസസ് ഉണ്ട്, അയർലൻഡ്. ഇപ്പോൾ അയർലൻഡിൽ എത്രയോ നഴ്സസും അല്ലെങ്കിൽ എത്രയോ ആൾക്കാരാണ് പോയി മൈഗ്രേറ്റ് ചെയ്ത് സെറ്റിലായിരിക്കുന്നത്. അങ്ങനെ യൂറോപ്യൻ കൺട്രികൾ, ഇപ്പോൾ ഡെൻമാർക്ക്, അങ്ങനെ പല ഫിൻലൻഡിൽ പോലും എന്തുമാത്രം ആൾക്കാർ ഇപ്പോൾ പോയി സെറ്റിലായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഏറ്റവും കുറവ് മലയാളികളുള്ള കൺട്രികളായിരിക്കും. ലൈക്ക് എവിടെയും എക്സ്പ്ലോർ ചെയ്യാൻ തയ്യാറാണ് മലയാളികൾ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ എവിടെ ചെന്നാലും മലയാളികളുണ്ട്, അത് എക്സ്പ്ലോർ ചെയ്യാനും തയ്യാറാണ്, അതിനെ അതിജീവിക്കാനും തയ്യാറാണ്. അതിൽ എസ്പെഷ്യലി പെൺകുട്ടികൾ ലൈക്കിനോ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കണം. അതാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ആവശ്യവും. ആരും ഡിപ്പെൻഡ് ആവാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു നല്ല സൈനാണ്. പക്ഷേ ഇത് മുന്നേ തൊട്ടേ ഉണ്ടായിരുന്ന ഒരു തുടർച്ചയാണത്. ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. 1.5 ലക്ഷത്തോളം പേര് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് സക്സസ് ആയിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവരുടെ ഇതിൻ്റെ ഇപ്പോൾ പറഞ്ഞതൊരു വളരെ പ്രധാനപ്പെട്ട ഇൻസൈറ്റാണിത്. ഇവരെപ്പോഴും പുതിയ ഡെസ്റ്റിനേഷൻസ് തേടുന്നവരാണോ, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടും ഞങ്ങൾക്ക് പുറത്തു പോയി പുതിയ സാധ്യതകൾ തേടണം, അവരുടെ ഒരു ആസ്പിറേഷൻ എങ്ങനെയായിരുന്നു? There are 3 to 4 കാറ്റഗറീസ് ഉണ്ട്. ഒരു കാറ്റഗറി എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി. അത് ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളാണ്. എനിക്ക് എങ്ങനെയും ഒന്ന് പോയി, എവിടെയാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഇവിടുന്ന് പോകണം.
അങ്ങനത്തെ കാറ്റഗറി. രണ്ടാമത്തെ ആൾക്കാർ അങ്ങനെയല്ല, എനിക്ക് പോകണം പക്ഷേ എവിടെയെങ്കിലും പോയാൽ പോരാ, എനിക്ക് ബെസ്റ്റ് ജോലി കിട്ടുന്നിടത്തും എനിക്ക് ബെസ്റ്റ് ലൈഫ് സ്റ്റൈൽ ഉള്ളിടത്തും പോകണം. അങ്ങനത്തെ കാറ്റഗറി വരുന്നവരുണ്ട്. ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ കാറ്റഗറി ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികൾ തന്നെ പോകണം, അല്ലെ ഏറ്റവും നല്ല കൺട്രി തന്നെ പോകണം എന്ന് പറയുന്നവരുണ്ട്. ചിലർ ജോബ് മാത്രമായിരിക്കും നോക്കുന്നത്, ഗവൺമെൻറ് സർവീസ് കിട്ടുന്ന കൺട്രികൾ മതി, ഞാനിവിടെ ഓൾറെഡി ഒരു എ ലെവൽ എംപ്ലോയി ആണ്, അവിടെ ചെന്നിട്ട് എനിക്കൊരു ലോ കാറ്റഗറി ജോബ് ചെയ്യാൻ വയ്യ, അങ്ങനത്തെ ക്ലയൻസും ഉണ്ട്. ഇത്തരത്തിലുള്ള ആസ്പിറേഷനിലൂടെ വരുന്ന ആളുകളിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പല ഏജിലുള്ളവരുണ്ടാവും, പല ജനവിഭാഗങ്ങളിലുള്ളവരുണ്ടാവും, പല സാമ്പത്തിക ഇതിലൊരു അവസാനം വരുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണോ സംഭവിക്കുക? എല്ലാ കാറ്റഗറിക്കും നമുക്കിത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? എല്ലാ വിഭാഗങ്ങളും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞൊരു ഒരു സോഷ്യൽ ജസ്റ്റിസ് ഒക്കെ ഇതുവഴി നടന്നിട്ടുണ്ടോ? നമ്മൾ മൈഗ്രേഷനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സ്കിൽഡ് പ്രൊഫഷണൽസിന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റാറുള്ളൂ. ലൈക്ക് IT പ്രൊഫഷണൽസ്, എഞ്ചിനീയേഴ്സ്, സോഷ്യൽ വർക്കേഴ്സ്, നഴ്സസ്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, ഓഡിയോളജിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഫാർമസിസ്റ്റ് പോലെയുള്ള എക്സെട്ര പോലെയുള്ള സ്കിൽഡ് പ്രൊഫഷണൽസിനാണ് മൈഗ്രേഷൻ പറ്റത്തുള്ളൂ. ഒരു നൂറ്റാണ്ടിനടുത്തായിട്ട് തുടരുന്ന ആ ഒരു പ്രവാസത്തിൻ്റെ ഒരു ട്രെൻഡ് ഇപ്പോഴും അതേപടി നിലനിൽക്കുകയാണ്. അതിൻ്റെ ഭാവിയും വളരെ ശോഭനമാണ് അല്ലേ? രാജ്യങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ്, കോഴ്സസ്, തൊഴിലവസരങ്ങൾ, ഇതെല്ലാം ഒരു ശുഭപര്യവസായി ആയിരിക്കട്ടെ ആ യാത്ര.